നമ്മളുടെ ഫ്രണ്ടിന്റെ എൻഗേജ്മെന്റിന് പോയിട്ട് വരാം ഗൈസ്. കൂടെ അൽ ഇർസാൻ. ഇനിയും കുറെ ആൾക്കാരുണ്ട് നമുക്ക് വലിയ പരിചയം. ഞങ്ങൾ നേരെ പോയി മുഫ്രോനെയും പിക്ക് ചെയ്ത് നേരെ ചെക്കൻ്റെ പേർക്കേക്ക് അങ്ങ് പോയി. അവിടെ നമ്മൾ എത്തുമ്പോഴത്തേക്ക് എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരോടും സ്വറ പറഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ചെക്കൻ ഇറങ്ങി. ഇതെല്ലാം കേട്ടോ ചെക്കൻ. ഇത് അപ്പുറേക്കിൽ ഇറങ്ങി വരണതാണ് ചെക്കൻ. നല്ല മഴയായതുകൊണ്ട് തന്നെ കുടയൊന്നും എടുത്തിട്ടില്ല. അങ്ങനെ മഴ തോടിയും ചാടിയും നനഞ്ഞ് നമ്മൾ വണ്ടി കയറിയിരുന്നു. ഗേൾസ്ക്ക് എങ്ങനെ നയിക്കുന്നത് ശരിയാണ് കേട്ടോ. ഓളാണ് ഓടിക്കുന്നത് പറഞ്ഞപ്പോൾ അകത്ത് കാരനോട് പുറത്ത് ചിരിക്കുന്ന വ്യക്തികളാണ് ഇവരൊക്കെ. അറിയുവാണെങ്കിൽ ഇവരെന്ത് തേങ്ങ കാണിക്കുന്ന വെച്ച് പകച്ച് നിൽപ്പുണ്ട്. അങ്ങനെ കുഞ്ഞിനെയും കരപ്പിച്ചപ്പോൾ സമാധാനം. നമ്മളിങ്ങനെ പ്രദൂഷണം പറഞ്ഞിരിക്കുന്ന സമയത്താണ് വണ്ടി മാറാൻ പറഞ്ഞത്. ലാസ്റ്റ് മറിയോ എൻ്റെ കയ്യിലെത്തി. പഠിച്ചോനെ പെട്ടല്ലാത്ത എക്സ്പ്രഷനാണ് മറിയോനെ. നല്ല മഴ ഗൈസ്, തണുപ്പിനുള്ളിൽ ഇരിക്കാൻ പോലും പറ്റുന്നില്ല എന്നുള്ള അവസ്ഥ. ഇതാ നമ്മളെ ചെക്കൻ ഏത് മൂഡില്ല, എൻഗേജ്മെന്റ് മൂഡില്ല. നമ്മൾ നേരെ ഓളെ കാണാൻ പോയി. ഓളാണെങ്കിൽ പേടിച്ച് വരച്ചിരിക്കുന്നുണ്ടേനു. അപ്പോഴത്തേക്ക് നമ്മളെ ഫുഡ് കഴിക്കാൻ വിളിച്ച്. പിന്നെ ഒന്നും നോക്കില്ല, അവള് പ്ലേറ്റ് കണ്ടപ്പോൾ തന്നെ നമ്മൾ പോയി. നമ്മളങ്ങനെ വൈകിക്കില്ലല്ലോ. ഫുഡ് കണ്ടാൽ പിന്നെ നമ്മളല്ലാതെ ആകും. അങ്ങനെ നമ്മൾ നല്ല മന്തിയൊക്കെ കഴിച്ച് നേരെ ഉള്ളപ്പോൾ എന്താ കാണണേ, സൊറ പറയണേ ചിന്നു അശ്മലും. അങ്ങനെ ഓക്ക് കൊണ്ടുവന്ന എല്ലാ സാധനങ്ങളും തന്നെ കൊടുത്ത്. എന്നിട്ട് അവൾ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വന്നു. അങ്ങനെ ഓൻ പോയിട്ട് ബൊക്കെയൊക്കെ കൊടുത്ത്. അങ്ങനെ ഗായ്സ് ചിന്നു അശ്മലും ഒന്നിക്കുകയാണ്. ഗായ്സ് ചിന്നു അശ്മലും ഒന്നിക്കുകയാണ്. അതിൻ്റെ ഇടയിലോട്ട് നമ്മളൊരു കഞ്ഞി വെപ്പ്. ഇതൊന്നും വിശ്വസിക്കണ്ട ഗൈസ്. ഇപ്പൊ ഫോണൊന്നും താഴെ വെക്കുന്നില്ല എന്നാ പറയുന്നത് കേൾക്കണേ. പിന്നെ നമ്മൾ പോയി അവരുടെ ഫോട്ടോസും വീഡിയോസൊക്കെ കുറച്ചെടുത്ത്. ഹാപ്പി ആയില്ല രണ്ടാളും? അങ്ങനെ അശ്മലക്ക് ഹാപ്പി. നമ്മളുടെ ഗാങ്ങിലേക്ക് ഒരു പുതിയ മെമ്പർ വരുന്നുണ്ട്, നമ്മൾ ഹാപ്പി. ഞാൻ നമ്മൾ തിരിച്ചു പോട്ടെ. ഓക്കെ ഗൈസ്, ബൈ.